Hello guys, welcome back to my YouTube channel Friday Nights Vlog. So ഇന്നത്തെ നമ്മുടെ പരിപാടി ഈസ് ടൈറ്റിലിൽ കണ്ടതുപോലെ റിപ്പ് ഫെസ്റ്റ്. ഓക്കെ, അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് അധികം ആയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് എല്ലാ ഇയറിലും വരുന്ന ഒരു പരിപാടിയാണ് റിപ്പ് ഫെസ്റ്റ്. പള്ളിപ്പെരുന്നാളൊക്കെ പോലെ റിപ്പ് ഫെസ്റ്റ് വരും. അപ്പം റിപ്പ് ഫെസ്റ്റ് എന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല. റിബിൻ്റെ എന്തൊക്കെയോ വിഭവങ്ങൾ ഫുഡ് കഴിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് എന്താണെന്ന് പരീക്ഷ നോക്കണം. ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ വന്നതാണ്. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛയും അസഫും വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നടന്ന് ഒരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യും. അവിടുന്ന് നമുക്ക് ബസ്സിന് കയറിയിട്ടാണ് പോകേണ്ടത്. സോ അങ്ങനെ ഞങ്ങളുടെ ഒരു ബസ് യാത്രയും കൂടെ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ നടന്നു വരുന്ന റൂട്ട് ഇതാണ്. ഇത് കണ്ടോ, അവിടെ ഇതിൻ്റെ നടുക്ക് ഞാനിവിടെ ഒരു റോഡിൽ നിൽക്കുന്നു. അതിൻ്റെ അപ്പുറം ഹൈവേ, അതിൻ്റെ അപ്പുറം സെഹേഴ്സ് എന്ന് പറഞ്ഞ കട കണ്ടോ. ആക്ച്വലി ഞങ്ങളുടെ വീട് ആ സെഹേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട്. പക്ഷെങ്കിൽ ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു ഹൈവേ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നത് കൊണ്ട് നമുക്ക് മേളിൽ ഓവർ ബ്രിഡ്ജോ പാലമോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നടന്ന് പാലം ഉള്ളവിടെ വരെ പോകണം. എന്നിട്ട് അവിടുന്ന് നമ്മൾ പോകും. അവിടുന്ന് ഹൈവേ കാണാൻ അടിപൊളിയാട്ടോ. എനിക്കിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് പാലത്തിൻ്റെ മേളിൽ നിന്ന് ഹൈവേ കാണാൻ. ആ വ്യൂ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാമേ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കാണിച്ചു തരണ്ടേ. കാനഡ എങ്ങനെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. കുറേ എക്സ്പീരിയൻസ് ഒക്കെ വീഡിയോ എടുക്കാണ്ട് പോയി കേട്ടോ. എന്തോ ഒരു മൂഡ് കിട്ടിയില്ല. ഇനിയിപ്പം ഒരു നല്ലൊരു മൂഡിൽ പുതിയ നല്ല എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകും. ഓക്കെ, ചുമ്മാ കൂടുതൽ കഥ അടിക്കുന്നില്ല. നമുക്ക് ഹൈവേ വ്യൂ കാണാം. ഈ വീഡിയോ ആക്ച്വലി എടുത്തിട്ട് ഞാനിതൊന്ന് റീപ്ലേ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെടുന്നത്. നോക്കി, എന്ത് രസമാണ് കാണാൻ. ഓ മൈ ഗോഡ്, മേഘങ്ങളും. ഇത് ഞാൻ അല്ലാണ്ട് ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നടന്നു പോയതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കി. ഇത് കണ്ടോ, ഇതൊരു റോഡ്, അതിൻ്റെ താഴെ കൂടെയാണ് ഹൈവേ ഓടുന്നത്. ഇനി ഞാനൊരു മാജിക്കൽ മൊമെന്റ് കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ മാജിക്കൽ മൊമെന്റ്. പെഡസ്ട്രിയൻ ക്രോസിംഗ് വൈറ്റ് തെളിഞ്ഞപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ്. ഇവിടെയാണ് ഹൈവേ. ഓ മൈ ഗോഡ്, എന്ത് രസം നോക്കിയതാണ്ട്. എൻ്റെ നിഴലുണ്ടോ? ഹായ് ഹായ്. ആ സൗണ്ട് കേട്ടോ, ചീറി പായുന്ന സൗണ്ട്. അപ്പ ആൻഡ് അസഫ്. ബസ് പോകുന്നു മേടിച്ച് ഓടിയാന്ന് തോന്നുന്നു വരുന്നേ. എന്തോ എങ്ങോട്ടും എന്നെ കൂട്ടാതാണോ പോകുന്നേ? മീ ടു കമ്മിങ്, എന്നെ കൂട്ടൂ. പെഡസ്ട്രിയൻ ക്രോസിംഗ് ഓണായ ഓടുകയാണ്. ഹലോ അച്ഛേ, എൻ്റെ കൂടെ പോലുള്ള ആളാണോ അച്ഛാ? ഞങ്ങൾ വെറുതെ ഓടി അൺസക്സസ്ഫുള്ളായി. ഞങ്ങളുടെ ബസ് ഞങ്ങളെ ഇട്ടിട്ട് പോയി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ്സുണ്ട്. പക്ഷേ എന്തോ ഒരു ചൂടാതറിയാവോ, പൊരിഞ്ഞ വെയില്. പിന്നെ അച്ഛനെ നോക്കിയാൽ അച്ഛൻ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമോ. തുടച്ച് വൃത്തിയായിട്ടിരിക്കുകയാണ് ഇവിടെ. ഓ മൈ ഗോഡ്, ടു മച്ച് വെയിൽ. സീനറി നല്ല സൂപ്പർ സീനറിയാണ്. പൊരിഞ്ഞ് കരിഞ്ഞ് ശോഷിച്ചിരിക്കുന്നത്. ഹലോ മിസ്റ്റർ ആസഫ്, ഹൗ ഡു യു ഡു? സൺസ്ക്രീനൊക്കെ ഒലിച്ച് ഇറങ്ങുന്നു നിന്റെ. ഗൈസ്, ഞാനൊരു ആക്ട് ഓഫ് ജനറോസിറ്റി കാണിച്ചു തരാം. ഇപ്പം ഈ അവിടെ ഏറ്റവും കോർണറിൽ ഒരാൾ സീറ്റ് പൊക്കി തരുന്ന കണ്ടോ. അത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് സ്ട്രോളറിൽ കയറുന്ന കണ്ടിട്ട് ഒരു കൊച്ചവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് സ്ട്രോളർ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഒരുക്കി തന്നതാണ്. ഇങ്ങനത്തെ ആക്ട്സൊക്കെ കുറേ കാനഡയിൽ വന്നാൽ പലയിടത്തായിട്ട് കാണാം. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസിക്കാർക്ക് അങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്ന നല്ല ആക്ട്സ് ഓഫ് ജനറോസിറ്റി കാണാൻ ഉള്ള നല്ലൊരു സ്പേസ് ആട്ടോ കാനഡ. സോ നമ്മൾ ഫൈനലി അവിടെ എത്തി. എന്തോ തിരക്കാന്ന് നോക്കിയ റോഡിൽ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർക്കിലാണ്, വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് പരിപാടി. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ.
സോ ഇനി നമുക്ക് ഒരുമിച്ച് നടന്നു പോകാം. അപ്പം നിങ്ങളും റിഫ്രഷിന് വന്നൊരു ഫീൽ ഇട്ടിട്ടെ. ഇപ്പം തന്നെ എന്തൊക്കെയോ ഇറച്ചിയുടെ മണം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ സീനറി. നൈസ്. സൂര്യൻ വരുന്നു പോന്നു. ഇത് നമ്മുടെ മോളിലെ പോലെ ചുറ്റിനും ഇങ്ങനെ ഫുഡ് കോർട്ട് പോലത്തെ ഇതും നടുക്ക് ഫുൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും. സവാള വറുത്തയാന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകിലോട്ടുള്ള ക്യൂ കണ്ടോണേ. ഉഷോ, ഇതെല്ലാം ക്യൂ ആണ്. കോഫിയാണോ ശരിക്കും? ഇപ്പോഴേ നിന്ന് തുടങ്ങിയാലേ 1 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടത്തോളം തോന്നുന്നു. എല്ലാം കേൾക്കാവോ? ഭയങ്കര ബഹളമല്ല കേട്ടോ സൗണ്ട്. പിച്ച് പറിക്കാതെ ഓരോന്നോരോന്നാണ്. All right, we are the Golden Keys. Check us. നിങ്ങൾ കണ്ടത് ഇന്നലെ ഞങ്ങൾ പോയതിൻ്റെയാണ്. സോ ഇന്ന് ഈ സെയിം പരിപാടി 3 ദിവസം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് അടിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കുറച്ച് സീൻസ് ഇതിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. സോ ഇന്ന് ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് പോകുന്നുണ്ട്. ഷെറിനും ഫാമിലി ഞങ്ങളിപ്പോൾ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ അവർ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ചില്ല് ചെയ്യുമ്പോൾ അത് വേറെ വൈബല്ലേ. സോ പാർട്ട് 2 ഓഫ് ദ റിപ്പ് ഫെസ്റ്റ്. അതാണ് ഷെറിന്. ഓൾറെഡി അച്ഛയും ഷെറിൻ്റെ വൈഫ് ടിനുവിനും ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അച്ഛ ചെന്നിട്ട് നമ്മുടെ എന്താ പറയുക ഓണിയൻ റിങ്സിൻ്റെ അവിടെയാണ് പോയി ക്യൂ നിന്നു. ടിനു നേരെ ബാർബിക്യൂവിൻ്റെ അവിടെ പോയി ക്യൂ നിന്നു. സോ നമുക്ക് സമയം ലാഭിക്കാമല്ലോ. ആക്ച്വലി ഇതിനകത്ത് ഒരു പാത്രത്തിലിരിക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. എന്തോ ഒരു രീതിയിൽ അതൊരു പൂ പോലെ കട്ട് ചെയ്ത് ഏതോ മാവിൽ മുക്കി വറുത്തെടുക്കും. എന്നിട്ട് നടുക്കുന്ന് കണ്ടില്ല, അതിൻ്റെ തണ്ട് പോലത്തത് പ്ലക്ക് ചെയ്ത് കളയും അവർ. ആക്ച്വലി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു രസമില്ലേ? നമ്മൾ ഈ തട്ടുകടയിൽ പോയിട്ട് ദോശ ഉണ്ടാക്കുന്നത്, ഓംലെറ്റ്, പിന്നെ മറ്റേ നമ്മുടെ പൊറോട്ട അടിക്കുന്നത്, ഇതൊക്കെ കാണുന്നൊരു വൈബില്ലേ? അതൊക്കെ കാണുന്നൊരു വൈബ് ഇപ്പോഴും മാറിയിട്ടില്ല.
പിന്നെ ദാ നെക്സ്റ്റ് ഫാമിലി എത്തിയിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ള് ബിയറിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. അപ്പം നല്ല അച്ചടക്കമായിട്ട് ക്യൂവിൽ നിൽക്കാൻ പറ്റുന്ന പോലെയാണ്, ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കാൻ പറ്റുന്ന പോലത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്കറിയാലോ നല്ല തിരക്കുണ്ടാവുമെന്ന്. ഗൈസ്, ഈ ഷെഡ് പോലെ കാണുന്നുണ്ടല്ലോ, അതിനാണ് മിസ്റ്റിംഗ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സമ്മറിലൊക്കെ ചൂട് കൂടുതലുള്ളപ്പം തണുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ കയറി നിൽക്കാം. മുകളിൽ നിന്ന് ചെറിയ വെള്ളത്തുള്ളികൾ പോലെ ഇങ്ങനെ ഈർപ്പം വന്നുകൊണ്ടിരിക്കും. അതിൽ ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഉണ്ട് കേട്ടോ, ശരിക്കും ഉണ്ട്. ആണ്ടേ നനഞ്ഞിരിക്കുന്ന കാണിക്കും, നനഞ്ഞു കൈസ്, ഞാൻ നനഞ്ഞു. ചൂടെടുക്കുന്നവർക്ക് കയറിയിരിക്കാനുള്ള ഗുഹയാണ്. മയമയ കുടുകുട മഴ നപ്പകുട. ഫോൺ പിടിച്ചു നോക്കാം, ഫോണിലോട്ട് വീഴുവോ? ഗൈസ്, ഒരു ഹായ് പറയൂ. ഒരു ഹായ് പറ അർജുൻ ചേട്ടാ. അഷഫിന്റെ ഫ്രണ്ട്. ആ റിബ് ഫെസ്റ്റ് നടന്നതിൻ്റെ ചുറ്റിനുള്ള സ്ഥലങ്ങളെല്ലാം അതൊക്കെ വലിയൊരു പാർക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ താറാവിനെ കണ്ടു, താറാവ് കുഞ്ഞുങ്ങളെ. അത് ഞാൻ കാണിച്ചു തരാവേ. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. പറഞ്ഞ് ക്ലീശയെങ്കിലും സംഭവം സത്യമാണ്. വളരെ ഒരു നാട്ടിലൊക്കെ ഒരു കുളവും കായലൊക്കെ കാണുന്നൊരു എഫക്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ താറാവ് കുഞ്ഞുങ്ങളും. എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ നീന്തി പോകുന്നത്. അങ്ങനെ നമ്മുടെ റിഫെസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം ഒരു 7-7:15 ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെട്ടം കണ്ടില്ലേ, അതുകൊണ്ട് വൈകുന്നേരമായി രാത്രിയാണെന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. സോ വീണ്ടും വീഡിയോസ് ഇടാൻ എനിക്ക് മോട്ടിവേഷൻ കിട്ടണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ബൈ.